ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സാണ് കേട്ടോ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. കസ്റ്റമർ അയച്ചു തരുന്ന ഫോട്ടോ ആണ് കേട്ടോ. ഒരു 1 മന്ത് ബേബീൻ്റെ ഡ്രസ്സാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഇവിടെ ലൈനിങ് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്രണ്ടത്തെ മാത്രമേ മടക്കി വെച്ചിട്ടുള്ളൂ, ബാക്കത്തെ കട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് മാത്രം. നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന 3.5 ഇഞ്ചാണ് കേട്ടോ. 1 മാസം പ്രായമുള്ള കുട്ടിയല്ലേ, ഷോൾഡർ 3.5 ഇഞ്ച് മതിയാവും. അതുപോലെ തന്നെ ആം ഹോളും 3.5 ഇഞ്ചാണ് വേണ്ടത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കാം. ചെസ്റ്റ് അളവ് കൊടുക്കുന്നത് 4.25 കേട്ടോ. ടോട്ടൽ 19 എടുക്കുന്നത്. 4.25 കൊടുക്കുന്നതിന് തയ്യൽ തുമ്പിലും കൂട്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം. 1.5 മുതൽ 2 അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ലെങ്ത്ത് എടുക്കുന്നത് നമുക്ക് വേണ്ടത് 6 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് വേണ്ടത് ഞാനൊരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടുത്തെ വണ്ണം കൊടുക്കുന്നത് 4.5 ആണ്. 4.5 കൊടുക്കാം. പിന്നെ തയ്യൽ തുമ്പിനും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് വരച്ചെടുക്കണം കേട്ടോ. ആം ഹോൾ നോർമലായിട്ട് കുഴിച്ച് വരച്ചാൽ മതി. അതിന് മെഷർമെൻറ്റ് കാര്യങ്ങളോ ഫ്രണ്ടിൽ മാത്രമേ നമുക്കിങ്ങനെ ആം ഹോളും കാര്യങ്ങളൊക്കെ വേണ്ടു. ബാക്കിൽ അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ. നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴിച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നെക്കിൻ്റെ വിടുത്ത് ഞാൻ 1.5 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ അകലം എടുക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ ഇറക്കും 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. ചെറിയ കുട്ടിയല്ലേ, 1.5 മതിയാവും. എന്നിട്ട് നമുക്കത് അതുപോലെ ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് വരക്കാം. പിന്നെ അവർ നമുക്ക് അയച്ച ഫോട്ടോയിൽ ഒരു വീനെക്ക് പോലെയാണ് ഇട്ടില്ല. നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അത് ഞാനൊരു വീനെക്ക് പോലെ ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് വീനക്ക് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഷോൾഡർ 1 ഇഞ്ച് അകലത്തിലേ വേണ്ടൂ കേട്ടോ. നമുക്ക് നല്ല വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ അളവ് തന്നെ എടുക്കാം. എനിക്ക് അത്ര വീതി വേണ്ട, ചെറിയൊരു വീതി മാത്രമേ വേണ്ട. അപ്പോൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇതുപോലെ കുഴിച്ചിട്ടൊന്ന് ആം ഹോളിലേക്ക് ഒന്നിങ്ങനെ വരച്ചെടുക്കാം. ആം ഹോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ശരിയാക്കി കൊടുക്കാം കേട്ടോ. വരച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത്. ബാക്ക് പീസ് നമ്മൾ ഇങ്ങനെ വള്ളി കൊടുക്കുന്നില്ല. ബാക്ക് പീസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് വശം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ബാക്ക് വശം ഇതേപോലെ നമ്മൾ മടക്കിയതുപോലെ ഇങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചെയ്ത മെറ്റീരിയൽ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ചോ ഒരു 1/4 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ നമുക്ക് എക്സ്ട്രാ തുണി എടുക്കണം. ബാക്കിലും ബട്ടൺസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എക്സ്ട്രാ തുണി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ അതേ ഒരു ഷേപ്പിൽ നമുക്കൊന്നിങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ആം ഹോളിൻ്റെ എടുക്കുന്ന ഇങ്ങോട്ടേക്ക് മാത്രമേ വരക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് അത്ര മാത്രമേ വേണ്ടത്. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ എത്ര മെറ്റീരിയൽ എടുത്തത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുള്ള 1/2 മീറ്ററാണ്. അതുപോലെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ള 1/2 മീറ്റർ. നമുക്ക് 1/4 മീറ്ററോളം മതിയാവും മെയിൻ ക്ലോത്ത്. പക്ഷേ അതെന്താ വെച്ചാൽ നമുക്ക് അത്ര പേര് കട്ട് ചെയ്ത് കിട്ടില്ല. 1/2 മീറ്ററേ കിട്ടും. 1/2 മീറ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ എടുത്തിട്ടുള്ളത് 3/4 മീറ്ററാണ് കേട്ടോ. 1 മീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. 3/4 മീറ്റർ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 1.5 മീറ്ററിൻ്റെ അടുത്തോളം കിട്ടിയല്ലോ. ഫ്ലീസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി കിട്ടും. എന്താ ഫ്രണ്ടും ഞാനത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ 2 വള്ളി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആം ഹോളിൻ്റെ അതിലേ അടിച്ചെടുക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ അടിക്കുക, നെക്ക് അടിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് വള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ട് അതിലേ കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഒന്ന് നല്ല വശത്തേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല വശത്തേക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല തുണീൻ്റെ മുകളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ എടുക്കുന്നില്ല, ഞാൻ 2 സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്വശത്തും കൂടി ഒന്ന് സ്റ്റിച്ചാക്കിയിട്ട് ഫുള്ള് അങ്ങനെ ചെയ്തെടുക്കുന്നത്. വേണമെന്നവർക്ക് നമുക്ക് നെക്കിൻ്റെ അതിലേ കൂടിയൊക്കെ നമുക്ക് അടിവ് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. 2 സൈഡും സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ താഴ്വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ തുണിയൊക്കെ ലൈനിങ് പീസൊക്കെ ഇങ്ങനെ നീക്കിയുള്ള വൃത്തിക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വശം ചെയ്തെടുക്കാം. ബാക്ക് വശം ഇതാ ഇതുപോലത്തെ നല്ല ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തുണീൻ്റെ മുകളിൽ അപ്പോൾ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ആദ്യം മുകൾ വശത്ത് ഒരു അടി കൊടുക്കാം, പിന്നെ പതിച്ചടിക്കാം. എന്നിട്ടിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ എല്ലാം കൂടി നമുക്കൊന്ന് ടച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ ബാക്ക് വശം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതുപോലെ ഇങ്ങനെ നടുവിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കുന്നത് ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ കോട്ടൻ്റെ ലൈനിങ് അല്ല, നമുക്ക് അങ്ങനെ അതിൻ്റെ അങ്ങനെ മാർക്ക് ചെയ്തതിൻ്റെ അളവ് കാണും കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേ കൂടി നമുക്കൊന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കിൽ നമ്മൾ ബട്ടൺസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും 2 പീസ് നമുക്ക് വേണം. ഒരു പീസ് 2 ഇഞ്ച് വീതിക്കും, ഒരു പീസ് 3 ഇഞ്ച് വീതിക്കും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു അളവിൽ ഞാൻ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുടുക്ക് വെക്കുന്ന ഭാഗം ഇതുപോലെ 2 ഇഞ്ചിൻ്റെ പീസ് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കണം കേട്ടോ തുണി. എന്നിട്ട് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പതിച്ചും കൂടി അടിക്കാം. അത്ര പോലെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഉൾവശത്തേക്ക് മോശം വശത്തേക്ക് അത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കുക, പകുതി മടക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്കത് അറ്റത്തെ കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ കുടുക്ക് വെക്കുന്ന ഭാഗം ചെയ്തെടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം നല്ല വശത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു 1/4 ഇഞ്ചിൽ അടിച്ചെടുക്കാം. മുകളിലോട്ട് കുറച്ച് തുണി അധികം വെക്കണം കേട്ടോ. ബാക്ക് വശത്ത് ഓപ്പോസിറ്റ് ഭാഗം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഭാഗം നമ്മൾ ചെയ്തെടുക്കുന്നതിന് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് പതിച്ചടിക്കാം. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ബട്ടൺസ് വെക്കുന്നൊക്കെ അറിയുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് വീഡിയോ ഡിജൈൻ കാണിക്കത്തോളം അങ്ങനെ പറഞ്ഞു തരുന്നു. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കുറച്ച് പുറത്തേക്ക് മെറ്റീരിയൽ വരുന്ന രീതിക്ക് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കത് അതിൻ്റെ ഹുക്കിൻ്റെ ഇത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് മെറ്റീരിയൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സൈഡൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ബാക്കിൽ ഇപ്പോൾ 2 പീസല്ലേ വരുന്നത്, നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാവരും നോർമലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതുപോലെ പിന്നൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളും മാർക്ക് ചെയ്യാം. മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് മുന്നേ നമ്മൾ കുടുക്ക് വെക്കുന്ന ഭാഗമില്ല, ഇതാണ് നമ്മൾ കുടുക്ക് വെക്കുന്ന ഭാഗം. അവിടെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അറ്റം മുതൽ എടുക്കണം. കുടുക്കിൻ്റെ അറ്റം മുതൽ നമ്മൾ 4.25 മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ 4.5 ഇഞ്ച് അറ്റം മുതലേ മാർക്ക് ചെയ്യണം. നമ്മൾ ഓപ്പോസിറ്റ് ഭാഗം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പുറത്തേക്ക് ഒരു പീസ് ഇങ്ങനെ വെച്ചില്ലേ, ആ പീസ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നമ്മുടെ കുടുക്ക് വെക്കുന്ന ഭാഗമാണ്, ഇത് നമ്മുടെ ഹുക്കിൻ്റെ മറ്റേ ഭാഗമാണ് കേട്ടോ. അത് നമുക്ക് വെച്ചാൽ അവിടെ നിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് 4.25 മാർക്ക് ചെയ്യാം, അതുപോലെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ നോർമലി സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ പിന്ന് രണ്ടും ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒന്നിച്ച് വെച്ചിട്ട് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം, നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ. എന്നിട്ട് നമുക്കിത് സൈഡൊന്ന് 2 ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് 2 സൈഡിൽ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് കറക്റ്റ് ആയതിനോ നോക്കിയതിന് ശേഷം അടുത്ത സ്റ്റിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കോളായി പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അതേ സ്റ്റിച്ച് പൊട്ടിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കും 2 സൈഡിലും, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കും. അതിന് ശേഷമാണ് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കൽ കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതാ ഇവിടെ സെറ്റാക്കി എടുത്തിട്ട് അപ്പോൾ കറക്റ്റായിട്ടൊക്കെ തോന്നി. അതിന് ശേഷം ഇതാ ആദ്യം ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ഉള്ളിൽ എക്സ്ട്രാ നല്ലോണം തുണിയുണ്ട്. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് കളയും. ഇത്രയും ആവശ്യമില്ല ഉള്ളിൽ, നമുക്ക് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വെച്ചാൽ മതി കേട്ടോ. ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ അതിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഇതിൻ്റെ അടിവശത്ത് നമുക്കൊരു പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ഞാൻ വെക്കുന്നില്ല. അടിവശത്ത് ഞാൻ ഇതാ ലൈനിങ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്, കോട്ടൻ്റെ ലൈനിങ്ങും. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് 2 ഇഞ്ച് വീതിക്കാണ്. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് ഇതൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. പിന്നെ നമുക്കത് പതിച്ചടിച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത കണക്കാണ് പതിച്ചടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് മടക്കിയിട്ട് അത് ഉള്ളിലോട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് ബാക്ക് വശത്ത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ നോക്കാം കേട്ടോ. സ്കേർട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നോക്കാം. ഞാനിവിടെ എടുക്കുന്ന ഒരു 9 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. തയ്യൽ തുമ്പ് അടക്കം സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്ന ഒരു 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ 3/4 ഇഞ്ചിൽ എടുത്ത്. അപ്പോൾ 2 സൈഡ് നമുക്കിതുപോലെ ഇത് വരുന്നുണ്ട്, കസവ് വരുന്നുണ്ട്. നമുക്ക് 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ 9 ഇഞ്ച് നമുക്ക് ഫുള്ളായിട്ടൊന്നിങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ട ബാൻഡ്, നമ്മൾ ഇതിന് ലൈനിങ് വെക്കുന്നില്ല കേട്ടോ അടിവശത്ത്. എന്താ ചെറിയ കുട്ടികളെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ടിഷ്യൂ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
പിന്നെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരുന്നില്ല, എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിന് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എത്ര അളവ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാൻഡും കൂടിയും ആക്കാനുള്ളത്. ഇതുപോലെ 2 പീസായിരിക്കും കിട്ടിയിട്ടുണ്ടാൽ 2 സൈഡിലും കൂടി നമുക്കിത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ബാൻഡ് ഞാൻ എടുക്കുന്ന ഏകദേശം ഒരു 9 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് എല്ലാം കൂട്ടിയിട്ടാണ് 9 ഇഞ്ച് എടുക്കുന്നത്. നമുക്കിത് ഇതുപോലെ 4 ഇഞ്ച് താഴത്തേക്കും എടുക്കുന്നുണ്ട്. 4 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബോക്സാക്കി വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ളിൽ വള്ളി വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ വള്ളി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അരവണ്ണം കാര്യങ്ങളൊന്നും അവർ അയച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ അളവിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വള്ളി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ അളവ് കുറച്ച് വലുതായാലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതിനും ലൈനിങ് വെക്കുന്നില്ല. നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ഫ്രിൽസ് ഈ ഒരു ബാൻഡിൽ കുറച്ച് നമ്മൾ ഒരു ഉള്ളിലോട്ട് കുറച്ചൊരു മെറ്റീരിയൽ മടക്കി കൊടുക്കുന്ന ഒരു ഇഞ്ചോളം നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പട്ടുപാടിൻ്റെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്